നമസ്കാരം. തൊഴിൽ തേടിയും നിക്ഷേപത്തിനുമായി ദുബായിൽ താമസമാക്കുന്ന വിദേശികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള 3 മാസം എടുത്താൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 3 മാസത്തിനുള്ളിൽ 25,776 പേരാണ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ ഈ മഹാനഗരിയിലേക്ക് ചേക്കേറിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തൊഴിൽ തേടിയും നിക്ഷേപത്തിനുമായി ദുബായിലേക്ക് വൻ പ്രവാഹം തുടരുന്നുവെന്നാണ് കണക്കുകൾ പറയുന്നത്. സമ്പന്നരായ നിരവധി പേർ നിക്ഷേപത്തിന് ഈ മഹാനഗരത്തെ തിരഞ്ഞെടുക്കുന്നതിന് പുറമെ ഗോൾഡൻ വിസ, സിൽവർ വിസ എന്നിവയടക്കമുള്ള പുതിയ റെസിഡൻസി സ്കീമുകളും ധാരാളം വിദേശികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും പ്രവാസികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്ന് ദുബായ് തന്നെയാണെന്ന് പറയാം. ഇപ്പോൾ പ്രവാസികൾക്ക് കോടികളാണ് കിട്ടാൻ പോകുന്നത്. ദുബായ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യുന്ന സിവിലിയൻ ജീവനക്കാർക്ക് പെർഫോമൻസ് ബോണസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായ് ഭരണകൂടം. ഇക്കാര്യം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ദുബായ് ഭരണാധികാരി അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ ജോലിയിലെ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ 27.7 കോടി ദിർഹമാണ് ബോണസായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്രയും തുക ബോണസ് പ്രഖ്യാപിക്കുന്നത് ദുബായിൽ ആദ്യമാണെന്നാണ് വിവരം. ദുബായ് ജീവനക്കാരുടെ സമർപ്പണവും പ്രതിബദ്ധതയും ദുബായിയുടെ വിജയത്തിന് നിർണായകമായെന്നാണ് ഭരണകൂടം വിലയിരുത്തുന്നത്. സിവിലിയൻ ജീവനക്കാരുടെ തൊഴിൽ മികവിനെ അഭിനന്ദിച്ചുകൊണ്ടും ഭരണകൂടം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളും വിദേശികളുമായ ജീവനക്കാർക്ക് പെർഫോമൻസ് ബോണസിന് അർഹതയുണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഇതിനു മുമ്പും സർക്കാർ ജീവനക്കാർക്ക് ദുബായ് ഭരണകൂടം വലിയ തുക ബോണസായി നൽകിയിരുന്നു. 2023-ൽ സിവിലിയൻ ഗവൺമെന്റ് ജീവനക്കാർക്ക് 15 കോടി ദിർഹമായിരുന്നു ബോണസായി നൽകിയത്. കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ ഒരു സർവേയിൽ UAE നിവാസികളിൽ ഏകദേശം 75% പേരും 2025-ൽ സർക്കാരിൽ നിന്ന് ബോണസ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പറഞ്ഞിരുന്നു. സാങ്കേതിക വിദ്യ, ബാങ്കിംഗ്, ആരോഗ്യ സംരക്ഷണം, കൺസൾട്ടൻസി തുടങ്ങിയ ഉയർന്ന വളർച്ചയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് 2024-ൽ ഉയർന്ന നിരക്കിൽ ബോണസുകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു. അതിനു പിന്നാലെയാണ് ഈ ബോണസും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം ചില തസ്തികകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 6 മാസത്തെ ശമ്പളം വരെ ബോണസായി ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ശക്തമായ സാമ്പത്തിക വളർച്ച കൂടുതൽ വിദേശ കമ്പനികളെ എമിറേറ്റിലേക്ക് ആകർഷിക്കുമെന്നതിനാൽ വരും വർഷങ്ങളിലും ദുബായിലും UAEയിലും പ്രവാസി ജനസംഖ്യ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിക്ഷേപം വർദ്ധിക്കുന്നത് കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കാൻ കാരണമാകും. കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സമീപ വർഷങ്ങളിൽ കുടിയേറിയവർ ഇപ്പോൾ UAEയിലേക്ക് മടങ്ങി വരികയാണെന്നാണ് പറയുന്നത്. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള കുടിയേറ്റം US, കാനഡ എന്നിവിടങ്ങളിലേക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരുൾപ്പെടെ ഇത്തരം കുടിയേറ്റത്തിന് കാണിച്ചിരിക്കുന്ന താല്പര്യം ഇപ്പോൾ കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. നേരത്തെ കുടിയേറിയ രാജ്യങ്ങളിലെ ഉയർന്ന നികുതി, വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവ്, കുറഞ്ഞ അവസരങ്ങൾ, നിയമത്തിലുള്ള മറ്റു പ്രശ്നങ്ങൾ എന്നിവയാണ് UAEയിലേക്ക് മടങ്ങാൻ പല പ്രവാസികളെയും പ്രേരിപ്പിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.